എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് US സ്കൂളിലെ ടീച്ചേഴ്സിനോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇപ്പൊ അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. പ്രിൻസിപ്പൾ പറയും, ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ എന്നിട്ടും ഒരു സ്റ്റുഡന്റിനെ മാത്രം നമുക്ക് മിസ്സായി പോയി. കുറച്ചു പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷെ ആരുടെയും ജീവന് ഒരാപത്തുമില്ല. പക്ഷേ ഇനിയൊരിക്കലും ഇങ്ങനെ നടക്കാതിരിക്കാനുള്ള കർശനമായ നിയമങ്ങൾ ഞാൻ കൊണ്ടുവരും. അപ്പൊ മറ്റൊരു റിപ്പോർട്ടർ ചോദിക്കും, ഓൾറെഡി ചപ്രത്തലയൻ അവൻ ഒരുപാട് കഴിവും പവറും ഉണ്ട്, മാത്രമല്ല സ്പോർട്സ് മീറ്റിൽ പോലും ഫസ്റ്റ് പ്രൈസ് അവനായിരുന്നു. പക്ഷെ അവന്റെ ആറ്റിറ്റ്യൂഡ് അതൊരു വില്ലന്മാരുടേതുപോലെയാണ്. അവരവനെ തട്ടിക്കൊണ്ടുപോയി അവൻ ആവശ്യമായതൊക്കെ കൊടുത്ത് ഒരു സൂപ്പർ വില്ലനാക്കി മാറ്റിയാലോ എന്ന് ടീച്ചേഴ്സിനോട് ചോദിക്കും. അത് കേട്ട് ഇപ്പൊ ടീച്ചേഴ്സ് അവർ ടെൻഷനാവും. ഐസമ മാസ്റ്റർ ആള് ദേഷ്യം കടിച്ചമർത്തി ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കും. മാസ്റ്റർ പറയും, ഇതിനെല്ലാം ഉത്തരവാദി ഞാൻ മാത്രമാണ്. പക്ഷെ നിങ്ങൾ കരുതുന്നത് പോലെ ചപ്രത്തലയൻ അവനൊരു വില്ലൻ നേച്ചറൊന്നും ഇല്ല. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ചിരിക്കുട്ടനെ കഴിഞ്ഞും വലിയ ഒരു സൂപ്പർ ഹീറോ ആയി മാറണം എന്നതാണ്. പലപ്പോഴും അവന്റെ വാശി അത് നമ്മൾ തെറ്റിദ്ധരിച്ചു എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അവനെ എന്ത് വില കൊടുത്തും ഞങ്ങൾ തിരികെ പിടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ വില്ലന്മാരുടെ ഹൈഡ് ഔട്ട് കാണിക്കും. അവിടെ ചപ്രത്തലയൻ അവൻ ആ ഡോമർ വില്ലനെ തല്ലി ഇപ്പൊ ഹായ് ആയിട്ട് അങ്ങനെ നിൽക്കും. ആക്ച്വലി ആ വില്ലന്മാർക്ക് ഇപ്പൊ ചപ്രത്തലയന് ആവശ്യമുണ്ട്. അവനെ എങ്ങനെയെങ്കിലും ഒരു സൂപ്പർ വില്ലനാക്കി മാറ്റാനാണ് അവര് കഷ്ടപ്പെട്ട് അവനെ കിഡ്നാപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവനെ ആരും അറ്റാക്ക് ചെയ്യാതെ അവനെ നോക്കി നിൽക്കും. അപ്പൊ ഡോമർ വില്ലൻ അവന്റെ വീണുപോയ കൈയെടുത്ത് ഇപ്പൊ മുഖത്ത് ഫിക്സ് ചെയ്യും. അവൻ പതിയെ നടന്നു വന്ന് ഇപ്പൊ ചപ്രത്തലയനോട് പറയും, എനിക്ക് കുറച്ച് കാര്യങ്ങള് നിന്നോട് പറയാനുണ്ട്. സൂപ്പർ ഹീറോസും സൂപ്പർ വില്ലന്മാരും ഇവര് രണ്ടുപേരും ഒരു കോയിന്റെ രണ്ട് വശങ്ങളാണ്. അതിൽ നമുക്ക് ബെനിഫിറ്റ് ആവുന്നത് എന്തോ അത് വേണം നമ്മൾ തെരഞ്ഞെടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവൻ അടിപൊളി ലെക്ചറൊക്കെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാര് അവരിപ്പോ വില്ലന്മാരുടെ ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അവിടേക്ക് വരും. അവർക്ക് ആ ഹൈഡ് ഔട്ട് കാണുമ്പോ തന്നെ ഇപ്പൊ ഒരുപാട് പേടിയാവും. ഇസുക്ക പയ്യൻ പറയും, വില്ലന്മാരുടെ ഹൈഡ് ഔട്ട് ഇത് തന്നെയാണ്. പക്ഷെ ചപ്രത്തലയൻ അവൻ ഇവിടെ ഉണ്ടോന്ന് യാതൊരു ഉറപ്പുമില്ല. അതറിഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്ന് നമുക്ക് അവനെ രക്ഷിക്കാൻ കഴിയൂ. ഉടനെ ഇസുക്ക് പയ്യൻ അവൻ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ പോലീസ് സ്റ്റേഷനില് എല്ലാ സൂപ്പർ ഹീറോസും അവര് പോലീസുമായിട്ട് ചേർന്ന് ഒരുപാട് പ്ലാനൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ചപ്രത്തലയിന് ട്രെയിനിങ് കൊടുത്ത ആ ഒരു മാസ്റ്റർ പറയും, അവൻ ശരിക്കും ഭയങ്കര അഹങ്കാരിയാണ്. ആര് പറഞ്ഞാലും അവനൊരു കൂസലും ഇല്ല. പക്ഷെ അവന്റെ പവർ അത് അൺബീറ്റബിൾ ആണ്. അതുകൊണ്ട് ഒരിക്കലും അവൻ അത്ര പെട്ടെന്ന് ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വമ്പൻ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി രണ്ട് ടീമായി പിരിഞ്ഞ് പോലീസിന്റെ കൂടെ ഇപ്പൊ ചപ്രത്തലയനെ അന്വേഷിച്ച് പുറത്തേക്ക് പോകും. ചിരിക്കുട്ടൻ പറയും, ഇതൊരു അടിപൊളി ചാൻസ് ആണ്, എന്ത് വില കൊടുത്തും അവനെ തിരികെ പിടിക്കണം. നമുക്കും നമ്മുടെ സ്കൂളിനും നഷ്ടപ്പെട്ടു പോയ അഭിമാനം അത് തിരികെ പിടിക്കണം. പ്രിൻസിപ്പൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മീഡിയാസിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുന്നത്. ഇനി അവർക്കൊരു ഉത്തരം കൊടുക്കാൻ അത് നമ്മളെ കൊണ്ട് മാത്രമേ കഴിയൂന്ന് ചിരിക്കുട്ട മാസ്റ്റർ ഇപ്പൊ അടിച്ചു പറയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സൂപ്പർ ഹീറോസും പോലീസുകാരും അവരെല്ലാവരും വില്ലന്മാരുടെ ഹൈഡ് ഔട്ടിലെത്തി അതിനു ചുറ്റും അങ്ങനെ നിരന്നു നിന്ന് ഇപ്പൊ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ അവരാ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തേക്ക് വരും. പക്ഷെ ആ ഒരു ബിൽഡിങ്ങില് കാര്യമായിട്ട് ആളനൊക്കെ ഉള്ളതായിട്ട് നമ്മുടെ ആൾക്കാർക്ക് തോന്നില്ല. മാത്രമല്ല അവിടെയുള്ള ഡോറുകള് അത് ഭയങ്കര തിക്കാണ്. എന്തോ സ്പെഷ്യൽ പവർ ഉപയോഗിച്ചാണ് ഈ ഡോറുകളെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവും. ഇസുക്ക് പയ്യൻ പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. മെയിൻ ഡോർ വഴി പോയാ അത് വലിയ അപകടമാണ്. എങ്ങനെയെങ്കിലും ബിൽഡിങ്ങിന്റെ പുറകിലൂടെ നമുക്കകത്ത് കയറി പറ്റണം. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് ഞെങ്ങി ഞെരുങ്ങി ആ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിലേക്ക് വരും. അപ്പൊ മോമോ പെണ്ണ് അവളുടെ തൊട്ട് മുകളിലായിട്ട് ഒരു ജനൽ കാണും. അവള് പറയും, ഞാനൊരു ഡിവൈസ് ഉണ്ടാക്കി തരാം, അതുപയോഗിച്ച് ആ ജനലിനകത്തൂടെ നോക്കി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ഉടനെ മോമോ പെണ്ണ് അവളുടെ ഡിവൈസ് കൊടുക്കും. വെയിറ്റ് കുറഞ്ഞ ചോപ്പൻ തലേനെയും നമ്മുടെ ഇസുക്ക് പയ്യനെയും അവരെ രണ്ടുപേരെയും നമ്മുടെ ആൾക്കാർ എടുത്തു പൊക്കും. അവരാ ഡിവൈസ് വെച്ച് ഇപ്പൊ ജനലിന്റെ അകത്തേക്ക് നോക്കി ഷോക്കായിട്ട് നിൽക്കും. അവര് പറയും, അതിന്റെ അകത്ത് മറ്റാരുമല്ല ആ നോമോ. കട്ട് ചെയ്താ ഇവിടെ ചപ്രത്തലയൻ അവൻ വീണ്ടും വീണ്ടും വില്ലന്മാരെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. അതിന് ഡോമർ വില്ലൻ ആ മാജിക് മാൻ എടുത്തു പറയും, ഇവന് ഭയങ്കര അഹങ്കാരമാണ്, അതുകൊണ്ട് വീണ്ടും ഇവനെ ബോളാക്കി മാറ്റി നിന്റെ പോക്കറ്റിൽ സൂക്ഷിക്ക്. അപ്പൊ ചപ്രത്തലയൻ അവനിപ്പോ വമ്പം പ്ലാനിങ് ഒക്കെ നടത്താൻ തുടങ്ങും. എങ്ങനെയെങ്കിലും ആ ഡോറിന്റെ അടുത്ത് അവിടേക്ക് എത്താൻ കഴിഞ്ഞ എന്റെ ഫുൾ പവർ ഉപയോഗിച്ച്
ഡോറ് തകർത്ത് പുറത്ത് ചാടാം. പുറത്തെത്തിക്കഴിഞ്ഞാ പേടിക്കേണ്ട ആവശ്യമില്ല, എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാം. അങ്ങനെ ചപ്രത്തലയൻ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കുമ്പോ ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്ന സൗണ്ട് അവർ കേൾക്കും. ഉടനെ അതിലൊരു വില്ലൻ ഇപ്പൊ ഡോറ് പതിയെ തുറക്കും. അടുത്ത സെക്കൻഡില് ആ ഡോർ തന്നെ ഇപ്പൊ തെറിച്ചു പോവും. ഡോറിന്റെ തൊട്ട് മുൻപില് ഫുൾ സ്മൈലുമായിട്ട് നമ്മുടെ ചിരിക്കുട്ടൻ. വില്ലന്മാരെന്തെങ്കിലും ചെയ്യും മുമ്പേ നമ്മുടെ സൂപ്പർ ഹീറോസ് അവിടേക്ക് ഇടിച്ചു കയറും. നമ്മുടെ അപ്പാപ്പ മാസ്റ്ററൊക്കെ സ്റ്റൈലിന് ഇടിയൊക്കെ കൊടുത്ത് വില്ലന്മാരെ ചവിട്ടിക്കൂട്ടും. അങ്ങനെ ഫൈറ്റിനൊടുവില് എല്ലാ വില്ലന്മാരെയും നമ്മുടെ ഹീറോസ് ഇപ്പൊ ലോക്ക് ചെയ്തു. അപ്പൊ അവിടേക്ക് പോലീസ് എത്തും. ഓരോ വില്ലന്മാരെ ആയിട്ട് അവരിപ്പോ പുറത്തേക്ക് ഇറക്കും. കട്ട് ചെയ്ത എൻഡവർ ആളാ ബിൽഡിങ്ങിന്റെ പുറത്താണ്. ആരെങ്കിലും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണെങ്കിൽ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ റെഡിയായിട്ട് നിൽക്കും. ഇവിടെ ചിരിക്കുട്ടൻ അവൻ പതിയെ അകത്തേക്ക് കയറി ചപ്രത്തലേനെ അവനെ പുറത്തേക്ക് കൊണ്ടുവരും. ചിരിക്കുട്ടൻ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിക്കും, എന്റെ കുട്ടൻ പേടിച്ചു പോയോ? ഇനി പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ എത്തിയില്ലേ. അതിനവൻ പറയും, ആര് പേടിക്കാൻ, ഞാൻ പേടിച്ചൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിലും ഞാൻ ഉറപ്പായിട്ടും രക്ഷപ്പെടുമായിരുന്നു. അപ്പൊ ഡോമർ വില്ലൻ അവൻ പറയും, ഞങ്ങൾ 5-6 പേരെ പിടിച്ചെന്ന് കരുതി ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. ഞങ്ങളുടെ ഒരുപാട് ആൾക്കാര് ഇപ്പൊ പുറത്തുണ്ട്. അവർ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോ മൗണ്ട് ലേഡി അവൾ ആ ബിൽഡിംഗ് തന്നെ ഇപ്പൊ ഇടിച്ച് തകർക്കാൻ തുടങ്ങും. അപ്പൊ അതേ സമയം ബിൽഡിങ്ങിന്റെ പുറകിൽ പിടിച്ചിരുന്ന നമ്മുടെ ആൾക്കാര് അവരുടെ കൺട്രോൾ പോയി ഇപ്പൊ താഴേക്ക് വീഴാൻ തുടങ്ങും. ഇവിടെ ചിരിക്കുട്ടന്റെ ചിരിയും അവന്റെ പവറും സംസാരവും കേൾക്കുമ്പോ വില്ലന്മാരെല്ലാവരും കിടുങ്ങി വിറയ്ക്കാൻ തുടങ്ങും. പക്ഷെ ഡോമർ വില്ലൻ അവൻ വീണ്ടും വീണ്ടും എന്തൊക്കെയോ ചെലച്ചോണ്ടിരിക്കും. ചിരിക്കുട്ടൻ അവനിപ്പോ ഡോമർ വില്ലനെ പിടിച്ചെഴുന്നേപ്പിക്കും. നിന്റെ ബോസ് മെയിൻ വില്ലൻ അവൻ എവിടെയും ചോദിക്കുമ്പോ ഡോമർ വില്ലൻ പതിയെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ചെറുപ്പത്തിൽ ആരുമില്ലാതെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഡോമറിന്റെ അടുത്തേക്ക് ആരോ ഒരാൾ കടന്നു വന്ന് അവന്റെ കൈ പിടിച്ച് അവന്റെ കൂടെ കൊണ്ടുപോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഡോമർ വില്ലൻ അവൻ ഫ്ലാഷ് ബാക്ക് സ്റ്റോറീസ് ഒന്നൊന്നായി ആലോചിച്ച് കൊണ്ടേയിരിക്കും. ആ സമയത്ത് പെട്ടെന്നൊരു പോർട്ടൽ ഓപ്പണായി ഒരുപാട് നോമോസ് ഇപ്പൊ പുറത്തേക്ക് വരും. അവര് വന്നുടനെ ചപ്രത്തലേനെ അവനെ പിടിച്ചു വലിച്ച് അതിന്റെ ഉള്ളിലൂടെ അകത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഒന്നും ചെയ്യാനാവാതെ നമ്മുടെ ഹീറോസ് അവരൊരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ചിരിക്കുട്ടിന് കലി കയറി നോ എന്ന് പറഞ്ഞ് അലറിക്കാറും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പുറത്ത് എൻഡവർ ആവട്ടെ ഒരുപാട് നോമോസുമായി ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് കാണുമ്പോ ബാക്കിയുള്ള വില്ലന്മാർക്കും ഇപ്പൊ ആവേശാവും. അങ്ങനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അടിയിടി ബഹളം. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് അവരെ കൊണ്ട് കഴിയും പോലെ ഒരുപാട് നോമോസിനെ ഇപ്പൊ ലോക്ക് ചെയ്യും. നമ്മുടെ കണ്ണാടി പയ്യന് ഒരുപാട് സന്തോഷാവും. കാരണം അവരെന്തെങ്കിലും ചെയ്യും മുമ്പേ അവരുടെ മാസ്റ്റേഴ്സും പോലീസുകാരും അവിടെ എത്തി. അവൻ പറയും, ഇനി നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട, ഉറപ്പായിട്ടും ചപ്രത്തലേനെ അവര് സേവ് ചെയ്യുന്നു പറഞ്ഞ് അവര് മുൻപോട്ട് നടക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഹീറോ എന്തോ ഒരു ശബ്ദം കേൾക്കും. അവരെല്ലാവരും തിരിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും അവര് കാണുക ഈ വില്ലന്മാരുടെ എല്ലാവരുടെയും നേതാവ് അവൻ പതിയെ ഇപ്പൊ പുറത്തേക്ക് വരും. ഇവന്റെ പേരാണ് ആൽഫാർ 1. അവനവിടേക്ക് എത്തിയ ഉടനെ അവന്റെ പവർ ഉപയോഗിച്ച് സൂപ്പർ ഹീറോസിനെ അടിച്ചു നിരത്താൻ തുടങ്ങും. ഇവിടെ ഇസുക്ക് പയ്യന് അവന് മനസ്സിലാവും ഇവനെ കുറിച്ചാണ് അന്ന് ചിരിക്കുട്ടൻ പറഞ്ഞത്. ഫ്യൂച്ചറിൽ ഞാൻ നേരിടാൻ പോകുന്ന ആ ഒരു ബ്രഹ്മാണ്ഡ വില്ലൻ അതിവൻ തന്നെയാണ്. അവനെ കണ്ട് പേടിച്ച് നമ്മുടെ ചെക്കന്റെ മുട്ട് അത് കൂട്ടിയിടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.